മറക്കുന്നത് നീയാ. മതി മോനെ, ഈ മദ്യപാനം നമുക്ക് വേണ്ട. ഇത് നിന്നെ നശിപ്പിക്കേ ഉള്ളൂ. നശിക്കട്ടെ പാനുമേ, നശിക്കാൻ തന്നെ എന്റെ തീരുമാനം. ആർക്കും വേണ്ടാത്തവനെ എങ്ങനെ ജീവിക്കുന്നതിലും നല്ലതേ കുടിച്ച് ബോധമില്ലാതാവുന്നതാ. സ്വബോധമില്ലാതായാലേ പിന്നൊന്നും അറിയണ്ടല്ലോ. ഒരു വേദനയോ വിഷമോ ഒന്നുമില്ലാതെ പാറി നടക്കാം. മനസ്സിനും കുറച്ച് സമാധാനം ഉണ്ടാവും. ഭാനുമേ, ഇപ്പൊ എന്നെ സ്നേഹിക്കുന്ന മദ്യ എനിക്ക് സന്തോഷം സമാധാനം തരുന്നത് ഇത് മാത്രം. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാ. നീ വീട്ടിലേക്ക് തിരിച്ചു പോകണം രഘു. അമ്പിളിയെയും കുഞ്ഞിനെയും കൂട്ടി സന്തോഷത്തോടെ ജീവിക്കണം. ലച്ചുമോള് അച്ഛന്റെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചു തന്നെ വളരട്ടെ. ഭാനുമ തമാശ പറയാ. ഞാൻ തിരിച്ചു തന്ന അമ്പിളി എന്നെ സ്വീകരിക്കുന്ന ഭാനുമയ്ക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? എന്റെ ജീവിതം ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. ആരെയും അധികം ബുദ്ധിമുട്ടിക്കാതെ വേഗം അവസാനിച്ച് കിട്ടിയ അത്രയും സന്തോഷം. അങ്ങനെയൊന്നും പറയല്ലേ മോനെ, നീ ചെറുപ്പമാ. ഒരുപാട് ജീവിതം നിനക്ക് മുന്നിൽ ബാക്കിയുണ്ട്. അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാ. രഘു കൈവിട്ട് പോയിരിക്കുക. ഇങ്ങനെ പോയാലവൻ ചിലപ്പോൾ പഴയ അവസ്ഥയിലേക്കാവും. ഒരു മനുഷ്യൻ നശിച്ചു പോകുന്നത് കണ്ടു നിൽക്കാൻ വയ്യാത്തോണ്ടാണ് ഞാനിത് പറയുന്നത്. മനസ്സിലായി അങ്കിൾ. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? രഘുവിനെ പോലെ ഒരാളെ പറഞ്ഞു തിരുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് ശരിയാ. എന്ന് കരുതി നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ ഇന്ദ്രേട്ടാ. എന്നെ കൊണ്ട് പറയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓഫീസ് കാര്യങ്ങളെക്കാൾ പ്രാധാന്യം അവന് മറ്റു കാര്യങ്ങളിലാണ്. ഓഫീസിൽ നിന്ന് 25 ലക്ഷം രൂപയാണ് ആ പെണ്ണെടുത്ത് കൊടുത്തത്, അറിയാമോ? അതിൻ്റെ പേരിലുണ്ടാവുന്ന കോൺസിക്വൻസസ് അവൻ ഓർത്തതേയില്ല. രഘുവിൻ്റെ ഈ അവസ്ഥ മാറണമെങ്കിൽ അമ്പിളി തന്നെ വിചാരിക്കണം. അമ്പിളിയും ലച്ചുമോളും കൂടെ വന്ന് നിന്നാ പകുതി പ്രശ്നങ്ങൾ മാറും. അമ്പിളി ചേച്ചിയുടെ വാശി എല്ലാവർക്കും അറിയാലോ. എത്ര പറഞ്ഞു കൊടുത്തിട്ടും ചേച്ചി സ്വന്തം സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക. ആ, വാശിയും ദേഷ്യമൊക്കെ ആവാം. പക്ഷേ അതൊരാളെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അതെ, രഘുവിൻ്റെ മനസ്സിൽ ഒരുപാട് നന്മയുണ്ട്. അതാണ് അയാളുടെ പ്രശ്നവും. നമുക്കേതായാലും രഘുവിനോടൊന്ന് സംസാരിക്കാം. ഒരുപക്ഷെ നമ്മൾ പറയുമ്പോഴെങ്കിലും രഘുവിനൊന്ന് തിരുത്താൻ തോന്നിയാലോ? എങ്ങനെയെങ്കിലും രഘുവേട്ടനെ മാറ്റിയെടുക്കണം. അതിന് അമ്പിളി ചേച്ചിയെ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിപ്പോ എത്ര വേണ്ടപ്പെട്ടവനാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മൾ പറയുന്നത് എത്ര വലിയ നന്മയാണെങ്കിലും കേൾക്കുന്ന ആൾക്ക് ആ അർത്ഥത്തിൽ മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധമില്ല. രഘുവേട്ടന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്ന അമ്പിളി ചേച്ചിയുടെ ഈ മാറ്റമാ എനിക്ക് മനസ്സിലാവാത്തെ. കൺമുമ്പില് രഘുവേട്ടൻ നശിക്കുന്ന കണ്ടിട്ടും ചേച്ചിക്ക് യാതൊരു മനസ്സലിവും ഇല്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കും വാശിയൊക്കെ ആവാം. പക്ഷേ അമ്പിളിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കുറച്ചല്ല, വളരെ അധികം ഓവറാ. നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതമാണെന്ന് അവൾക്ക് മനസ്സിലാവാത്തതാണ് അത്ഭുതം.
മുന്നോട്ട് ജീവിക്കാൻ ഒന്നുമില്ലെന്ന് തോന്നുകൊണ്ടാവും രഘു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഒരുപക്ഷെ മാറിയേക്കും. അതൊക്കെ എല്ലാവരും പലവട്ടം പറഞ്ഞതാണല്ലോ ഇന്ദ്രേട്ടാ. അച്ഛൻ പോലും അമ്പിളി ചേച്ചി പറയുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് രഘുവേട്ടന് തന്നെയാ. നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മാറാത്തതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടത്. അത് അവനെ കൂടുതൽ വിഷമിപ്പിച്ചെന്ന് തോന്നുന്നത്.